എന്ന് വെച്ചാൽ ഇത്തവണയും മുനീർ കൂടി ഉണ്ടാവണമെന്ന് കുഞ്ഞാപ്പ ആഗ്രഹിക്കുന്നുണ്ടാവണം. അത് ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. എൻ്റെ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പാർട്ടി ആ സമയത്തും നിർബന്ധപൂർവ്വം മത്സരിക്കണം എന്ന് പറഞ്ഞു മത്സരിച്ചു. പാർട്ടി എവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞാലും അവിടെ മത്സരിച്ചിട്ടുണ്ട്. ഒരു ഫിറ്റ്നസ് മെസ്സേജ് പാർട്ടിക്ക് കൊടുക്കുന്നുണ്ടോ? അതില്ല, അത് പാർട്ടിക്ക് അറിയാമല്ലോ നമ്മൾ ഫിറ്റാണോ അല്ലേ എന്നുള്ളത്. ഇനിയിപ്പം പാർട്ടി മറിച്ചൊരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ അത് ഉൾക്കൊള്ളും. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. കൊടുവള്ളിയാണോ അതല്ലെങ്കിൽ വേറെ മണ്ഡലമാണോ, അതല്ല ഈ ഒരു മണ്ഡലവും വേണ്ട എന്നാണോ, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം പാർട്ടിക്കുണ്ട്. യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞങ്ങൾക്കാണ് മറ്റുള്ളവരെക്കാളും കൂടുതൽ വ്യക്തമായിട്ട് അറിയുള്ളൂ. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സമീപന പ്രശ്നത്തിൽ അസ്വസ്ഥതയുള്ള യുവനിര എന്നൊക്കെയുള്ള കഥ സത്യത്തിലുള്ളതല്ലേ? അല്ല, അങ്ങനെ CPM-നോടൊക്കെ കുറച്ചൊരു അഗ്രസീവായ സമീപനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അതല്ല, അത് അദ്ദേഹം തന്നെ പറയാറുണ്ട്. ഓരോ വ്യക്തികളും ഓരോ ശൈലിയുണ്ടല്ലോ. ഒരേ അഭിപ്രായമായിരിക്കൊള്ളുന്നു ഇല്ലല്ലോ മതസംഘടനകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗിനും. ഷാജിയെ അങ്ങനെ ഒരു സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ ശോഭിക്കും എന്നെനിക്കറിയാം. രാഷ്ട്രീയം എന്നുള്ള നിലക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന ആളെ വെറുതെ വിടണമെന്ന് ചിന്തിക്കുന്ന ആളെയല്ല. ഈ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു അപരാധമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ആരോഗ്യം ഞാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് നഷ്ടപ്പെടുത്തിയതാണ്. ഏറ്റവും കൂടുതൽ ഈ പാർട്ടിക്ക് വേണ്ടി നടന്നവനും ഞാനാണ്. നമസ്കാരം. പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് MLA ശ്രീ MK മുനീറാണ്. സ്വാഗതം. അപ്പോൾ ഒരു ഇലക്ഷൻ കാലത്തൊരു പൊളിറ്റീഷ്യനെ, പ്രത്യേകിച്ച് ഒരു സിറ്റിംഗ് MLA മുന്നിൽ ചോദിക്കാൻ തോന്നുന്ന ആദ്യത്തെ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ MK മുനീർ ഇത്തവണയും ലീഗിൻ്റെ സ്ക്വാഡിലുണ്ടാവുമോ? ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥി നിർണയം നടത്താൻ പൂർണ്ണാധികാരം ഞങ്ങളുടെ പാർട്ടി പ്രസിഡൻറ്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും അതുപോലെ തന്നെ അദ്ദേഹം കൂടിയാലോചന നടത്തുന്ന മുതിർന്ന നേതാക്കളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുൻകൂട്ടി ആര് സ്ഥാനാർത്ഥിയാകുന്നു, ഏതായിരിക്കും മണ്ഡലം എന്നൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. അങ്ങനെ പറയാറുമില്ല. പക്ഷെ എന്നാലും MK മുനീറിൻ്റെ ഒരു താല്പര്യം എന്തായിരിക്കും എന്നുകൂടി ചോദിക്കുകയാണ് ഞാൻ. അതായത് മത്സരരംഗത്ത് സജീവമായി നിൽക്കാൻ, പാർലമെൻ്ററി പൊളിറ്റിക്സിൽ നിൽക്കാനുള്ള ഒരു താല്പര്യവും ആവേശവും ഇപ്പോഴും താങ്കളുടെ ഉള്ളിലുണ്ട്. അതല്ല, അത് നമ്മുടെ പാർട്ടി എന്ത് നിശ്ചയിക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തിച്ച ഒരു പാരമ്പര്യമാണ് എനിക്കുള്ളത്. പാർട്ടി എവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞാലും അവിടെ മത്സരിച്ചിട്ടുണ്ട്. ഇനിയിപ്പം പാർട്ടി മറിച്ചൊരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ അത് ഉൾക്കൊള്ളും. അതിനനുസരിച്ച് പാകപ്പെടും. അതാണ് നമ്മുടെ എല്ലാ പാർട്ടി പ്രവർത്തകരുടെയും സ്ഥാനാർത്ഥികളായി വരുന്നവരുടെയും ഒക്കെ നിലപാട്. എന്നും ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് MK മുനീർ എന്ന് പറയുന്ന വ്യക്തിക്കില്ല. പക്ഷെ MK മുനീർ കേരളത്തിലെ പാർട്ടിയിലെ ഒരു സീനിയർ ലീഡറാണ്. പലതരത്തിലുള്ള വൈകാരികമായ അംശം എല്ലാമുള്ള ഒരു സീനിയർ ലീഡർ. അപ്പോൾ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ MK മുനീറിൻ്റെ ഒരു താല്പര്യം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്താണെന്നത് കൂടി പരിഗണിക്കുന്നതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. ആ നിലയ്ക്ക് താങ്കൾ പാർട്ടിക്ക് കൊടുത്തിട്ടുള്ളൊരു മെസ്സേജ് എന്താണ്, ഒരു സന്ദേശം എന്താണ്? പാർട്ടിക്ക് ഒരു മെസ്സേജും കൊടുത്തിട്ടില്ല. കാരണം പാർട്ടിക്ക് അങ്ങനെ നമ്മൾ ആയിട്ടൊരു മെസ്സേജ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി ഓരോ വ്യക്തികളെയും വായിച്ച് ആ കാലഘട്ടത്തിൽ എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് പാർട്ടിക്ക് തീരുമാനിക്കാനുള്ള എല്ലാ വിവേചനാധികാരവും പാർട്ടിക്കുണ്ട്. പാർട്ടി എപ്പോഴും നോക്കാറുള്ളത് വിന്നബിലിറ്റി ആണ്. പരമാവധി ആളുകൾ വിജയിച്ചു വരണം എന്നുള്ളതാണ് പാർട്ടി എന്നും ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിനനുസരിച്ചാണ് എന്നും സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത്. അത് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും പാർട്ടി എടുക്കുന്ന നിലപാട്. അപ്പോൾ അതിൽ പിന്നെ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക. അതിൽ നമ്മളുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഞാൻ ചോദിക്കുന്നത് പാർട്ടിക്കൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഓർ മെസ്സേജ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കാൻ കാര്യം, ഇടയ്ക്ക് ചില ഹോസ്പിറ്റൽ കേസൊക്കെ വന്ന് ചില ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ മാറി നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ എല്ലാ പാർട്ടികളിലും കാണുന്നുണ്ട്. ഇപ്പോൾ ഈ CPIM-ൻ്റെ പോലും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ പല തരത്തിലുള്ള സംഗതികൾ കേട്ടു. സോ ഒരു ഫിറ്റ്നസ് മെസ്സേജ് പാർട്ടിക്ക് കൊടുക്കുന്നുണ്ടോ?
അതില്ല, അത് പാർട്ടിക്ക് അറിയാമല്ലോ നമ്മൾ ഫിറ്റാണോ അല്ലേ എന്നുള്ളത്. കാരണം ആരോഗ്യം മാത്രമല്ലല്ലോ ഘടകമായിട്ട് വരുന്നത്, പല ഘടകങ്ങളും വെച്ചിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പാർട്ടി അതിനപ്പുറമുള്ള ഘടകങ്ങളായിരിക്കും പരിശോധന വിധേയമാക്കുക. അതിൽ പാർട്ടിക്ക് എന്തും തീരുമാനിക്കാം. ആ തീരുമാനം പാർട്ടിക്ക് വിട്ടുകൊടുക്കുന്നതാണ് നമ്മളുടെ ഒരു പാരമ്പര്യം. അത് എൻ്റെ പിതാവായാലും അങ്ങനെയായിരുന്നു. പാർട്ടി എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ, പാർട്ടി ഇടയ്ക്ക് പാർലമെൻറ്റിലേക്ക് പോകാൻ പറഞ്ഞു, അപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർലമെൻറ്റിൽ പോയിട്ടുണ്ട്. പിന്നെ തിരിച്ച് കേരളത്തിലേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞു, അങ്ങനെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. മന്ത്രിയാകണമെന്ന് പറഞ്ഞു, മന്ത്രിയായിട്ടുണ്ട്. അതൊക്കെ എൻ്റെ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പാർട്ടി ആ സമയത്തും നിർബന്ധപൂർവ്വം മത്സരിക്കണം എന്ന് പറഞ്ഞു, മത്സരിച്ചു. അപ്പോൾ അതൊന്നല്ല ഘടകം. ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഒരു പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പാർട്ടി പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പാർട്ടി എന്താണ് പറയുന്നത്, മത്സരിക്കണമെന്നാണോ മത്സരിക്കേണ്ട എന്നാണോ എന്നുള്ളത് പാർട്ടിക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. അല്ല, മുനീറും വ്യക്തിപരമായി വിചാരിക്കുന്നത് അങ്ങനെയാണോ? ഈ സോ കോൾഡ് ഫിസിക്കൽ ഫിറ്റ്നസ് അല്ല ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് അങ്ങനെ വിചാരിക്കുന്നുണ്ട്? ഈ പല ഘടകങ്ങളുണ്ടല്ലോ. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കേണ്ടതിന് ഏറ്റവും സുപ്രധാനമായി വേണ്ടത് നമുക്ക് നമ്മളെ മാനസികാവസ്ഥയാണ്. അപ്പം മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾക്ക് മത്സരിക്കാൻ അനുമതിയില്ല എന്നുള്ളതാണ്. അതല്ലാത്തതൊന്നും സാധാരണ ഘടകമായി വരാറില്ല. പക്ഷെ ഇവിടെ അതൊക്കെ ഞാൻ പാർട്ടിക്ക് വിടുകയാണ്. പാർട്ടിക്ക് നമ്മൾ ഫിറ്റാണോ ഫിറ്റല്ലേ എന്നുള്ളത് തീരുമാനിക്കാനുള്ള പൂർണ്ണാധികാരം പാർട്ടിക്കുള്ളതാണ്. പാർട്ടിയാണ് നോക്കേണ്ടത് അവന് പണിക്ക് പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷയത്തിൽ വല്ലാതെ വ്യാകുലതപ്പെടുകയോ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുകയോ ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ മത്സരിക്കുന്നു എന്ന് വിചാരിക്കുക. മത്സരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെയാണെങ്കിൽ കൊടുവള്ളിയിൽ തുടരുമോ അതോ മണ്ഡലം മാറുമോ? അതാണ് ഞാൻ പറഞ്ഞത്. മണ്ഡലം പോലും തീരുമാനിക്കുന്ന പാർട്ടിയാണ്. കാരണം ഞാൻ കൊടുവള്ളിക്ക് പോയത് പാർട്ടിയുടെ ഒരു തീരുമാനമാണ്. അതൊരു നിയോഗം പോലെ പോയതാണ്. അതിനു മുമ്പ് ഞാനുണ്ടായത് കോഴിക്കോട് സൗത്തിലാണ്. 2 തവണ കോഴിക്കോട് സൗത്തിൽ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് ഞാൻ പോയിട്ടുണ്ട്. മലപ്പുറം 2 തവണ മലപ്പുറം നിയോജക മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായിട്ട് ഞാൻ ആദ്യം പൊതുമരാമത്ത് മന്ത്രിയാകുന്നത് മലപ്പുറത്തെ ജനപ്രതിനിധിയായിരിക്കുമ്പോഴാണ്. ഏറ്റവും ആദ്യം കോഴിക്കോട് 2 എന്ന് പറയുന്ന മണ്ഡലമായിരുന്ന സമയത്ത് ഇതേ കോഴിക്കോട് തന്നെയാണ് മത്സരിച്ചത്. അപ്പം അതൊക്കെ പാർട്ടിയായിരുന്നു തീരുമാനിച്ചത്. ആ സമയത്തൊക്കെ പലപ്പോഴും ആ സീറ്റുകൾ ഇപ്പോൾ മലപ്പുറം ഒഴിച്ച് ബാക്കിയുള്ള സീറ്റുകളിലെല്ലാം നമ്മൾ സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുമ്പോഴാണ് ഞാൻ മത്സരിച്ചിട്ടുള്ളത്. സൗത്തിൽ ഞാൻ ആദ്യം മത്സരിക്കുമ്പം അത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ള സീറ്റാണ്. അപ്പോൾ CP കുഞ്ഞു എന്ന് പറയുന്ന MLA എതിരെയാണ് ഞാനന്ന് മത്സരിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുത്രൻ മുസാഫറിനെതിരെയാണ് മത്സരിച്ചത്. പിന്നെ INL-നെതിരെയാണ് മത്സരിച്ചത്. അപ്പോൾ അതൊക്കെ പിന്നെ കൊടുവള്ളി ചെല്ലുമ്പോൾ കൊടുവള്ളി നമ്മുടെ കയ്യിലുള്ള സീറ്റായിരുന്നില്ല, ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരുന്നു ആ സീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയാണ് ആലോചിക്കുന്നത് എവിടെ നിൽക്കണം, അത് ഏത് രീതിയിലാണ് ആ സീറ്റിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്, അതിന് ഇന്ന സ്ഥാനാർത്ഥിയാണോ നല്ലത് അതല്ല വേറെ സ്ഥാനാർത്ഥിയാണോ നല്ലത് എന്നൊക്കെ പാർട്ടിയാണ് ആലോചിക്കുക. ചോദിക്കുന്നത്, കൊടുവള്ളി നിങ്ങൾക്ക് അത്ര ഒരു അത്യപകടം പിടിച്ച ഒരു മണ്ഡലമൊന്നും അല്ലല്ലോ. പക്ഷേ താങ്കളിപ്പോൾ അവിടെ ജയിക്കുകയും ചെയ്തു, അവിടെ തുടരുന്നുമുണ്ട്. കൊടുവള്ളിയിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? കൊടുവള്ളിയുടെ ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന സംഗതി എന്താണ് മുനീറിന്? അല്ല, എനിക്ക് ഈ കൊടുവള്ളി എന്ന് പറയുന്നതിനെ ഒരിക്കലും ഞാൻ തള്ളി പറയുന്നൊരു മണ്ഡലമല്ല. കാരണം അവർ വളരെ സ്നേഹപൂർവ്വം എന്നെ സ്വാഗതം ചെയ്യുകയും എന്നെ വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൊരു മണ്ഡലമാണ്. മാത്രമല്ല എൻ്റെ പിതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഴയ കാലത്തുള്ള എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ C. മോയിൻകുട്ടി സാഹിബിൻ്റെ പിതാവ് ഉണ്ടായിരുന്നു. പിതാവും എൻ്റെ പിതാവും ഭയങ്കര ബന്ധത്തിലായിരുന്നു.
അതുപോലെ PTA റഹീം സാഹിബിൻ്റെ കുടുംബം, അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ്, അങ്ങനെ ആ ഒരു പ്രദേശവുമായി വലിയൊരു ആത്മബന്ധം ഉണ്ട്. ആ ബന്ധം തന്നെയായിരിക്കണം എന്നെ വിജയിപ്പിക്കുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു പിതാവുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടി സഹായകമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കൊടുവള്ളി എന്ന് പറയുന്നൊരു മണ്ഡലത്തെ ഒരിക്കലും ഞാൻ ചെറുതായി കാണുന്നില്ല. ഞാൻ ഉപേക്ഷിച്ച് പിന്നെ പോവുകയാണ് എന്നൊന്നും ഒരു മെസ്സേജൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ കാര്യമായി കേൾക്കുന്നു താങ്കൾ കോഴിക്കോട് സൗത്തിൽ വന്ന് മത്സരിക്കാൻ. അതല്ല, ഞാൻ മത്സരിക്കൂല്ല എന്നുള്ളത് നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അപ്പോൾ വീണ്ടും ഞാൻ കൊടുവള്ളി തന്നെ മത്സരിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. കൊടുവള്ളിയാണോ അതല്ലെങ്കിൽ വേറെ മണ്ഡലമാണോ, അതല്ല ഈ ഒരു മണ്ഡലവും വേണ്ട എന്നാണോ, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം പാർട്ടിക്കുണ്ട്. പോയിട്ട് കൊടുവള്ളി പിടിക്കുന്നു, അപ്പോൾ പിടിച്ചു എന്നതിൻ്റെ ഓർമ്മയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സൗത്തിലേക്ക് വന്നിട്ട് സൗത്തും തിരിച്ച് പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊരു ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥി വേണം. അതുകൊണ്ട് അതിന് മുനീറിനെ പാർട്ടി ചൂസ് ചെയ്യുന്നു. മുനീറും ആ അംഗത്തിന് തയ്യാർ എന്ന് കാണാമോ? അല്ല, അങ്ങനെയാണെങ്കിൽ അതില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയുന്നത് ഞാൻ തന്നെ പിടിച്ചെടുക്കാൻ വേണം എന്നൊന്നുമില്ലല്ലോ. പുതിയ തലമുറയുണ്ട്. പുതിയ തലമുറയ്ക്കും പിടിച്ചെടുക്കാൻ പറ്റുന്ന ധാരാളം സ്ഥാനാർത്ഥികൾ നമുക്കുണ്ട്. അത് ഞാൻ തന്നെ വന്ന് പിടിച്ചെടുക്കണമെന്നൊന്നും ഇല്ല. പക്ഷെ പാർട്ടിക്ക് തോന്നുകയാണ് അങ്ങനെയെങ്കിൽ, പാർട്ടി അങ്ങനെ നിർബന്ധിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഞാനത് പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ. ഈ പുതിയ തലമുറയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ഈ പുതിയ തലമുറയ്ക്ക് വഴിമാറാം എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റ് തീരെ കുറവുള്ളൊരു പാർട്ടിയാണോ മുസ്ലിം ലീഗ്? നേതാക്കൾ പരമാവധി മത്സരിക്കുക, പരമാവധി കാലം നിൽക്കുക എന്നൊരു അങ്ങനെയില്ല. നമ്മൾ എപ്പോഴും ഞാൻ തന്നെ കടന്നു വന്നത് പുതിയ ഒരാളായിട്ടല്ല. ഞാൻ എൻ്റെ 29ാമത്തെ വയസ്സിലാണ് ആദ്യം മത്സരിക്കുന്നത്. പക്ഷെ താങ്കൾ ഇപ്പോഴും അവിടെ അതിനകത്ത് നിൽക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, താങ്കൾക്കെങ്കിലും വ്യക്തിപരമായി നമ്മളൊക്കെ മാറിയിട്ട് ആൾക്കാർ വരേണ്ടത് പുതിയ തലമുറ വരണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുണ്ട്. പുതിയ തലമുറകൾക്ക് പിന്നെ രംഗപ്രവേശനം ചെയ്യണമല്ലോ. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ധാരാളം പുതിയ ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. കുറേ ആളുകൾ മാറി നിന്നിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു കുഞ്ഞാലൂട്ട് സാഹിബ്, പിന്നെ ഞാൻ, അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമാണ് വീണ്ടും മത്സരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ചെറുപ്പക്കാർ ധാരാളം കടന്നു വന്നു. നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര ചെറുപ്പക്കാർ പുതുതായി മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങളായി കടന്നു വന്നിട്ടുണ്ട്. ഈ ലോക്കൽ ബോഡിയിലൊക്കെ പ്രത്യേകിച്ച് ലോക്കൽ ബോഡി മുഴുവൻ ചെറുപ്പക്കാരാണ്. അപ്പോൾ അത് ലോക്കൽ ബോഡിയിലേക്ക് പിന്നെ കോഴിക്കോടൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ ചെറുപ്പക്കാരുടെ സാന്നിധ്യം വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജില്ലാ പഞ്ചായത്ത് നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൽ ധാരാളം പുതുമുഖങ്ങളും, പിന്നെ സ്ത്രീകളിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീകൾ എല്ലാം കടന്നു വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ നിലയ്ക്ക് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അസംബ്ലിയിൽ പ്രതീക്ഷിക്കാമോ? പാർട്ടി സ്ത്രീകൾക്കും യുവാക്കൾക്കും പാർട്ടി തീർച്ചയായും അത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ എന്നും പരിശോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് വിജയിച്ചില്ല എന്നുള്ളത് എല്ലാ പിന്നെ സ്ഥാനാർത്ഥികളും വിജയിച്ചു കൊള്ളണം എന്നില്ല. അത് തോൽപ്പിക്കാനായിട്ട് ഒരിക്കലും സ്ത്രീകളെ നിർത്തിയെന്ന് പറയാനും പറ്റില്ല. കാരണം നമ്മൾ നിലനിർത്തിയ സീറ്റുകളിൽ തന്നെയാണ് അവർ മത്സരിച്ചിട്ടുള്ളത്. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഓരോ രാഷ്ട്രീയമാണല്ലോ. ആ രാഷ്ട്രീയത്തിനനുസരിച്ച് ചിലർ ജയിക്കും, ചിലർ പരാജയപ്പെടും. പ്രതിപക്ഷത്തെ പോയില്ല നമ്മൾ വീണ്ടും. ആ പ്രതിപക്ഷത്തേക്ക് പോകാനുള്ള കാരണം കുറേ പരാജയങ്ങൾ നമുക്കുണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പരാജയങ്ങളെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം കൂടി, അത് സ്ഥാനാർത്ഥി മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയവും പ്രധാനമാണ്. ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ സൗത്തിലെ പരാജയം ഒരു ബാഡ് സൈനായിട്ട് പാർട്ടി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും സ്ക്വാഡിൽ ഉണ്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ലീഗിനെ സംബന്ധിച്ച്. ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ അത് എവിടെ ആയിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊന്നും ഇപ്പോഴേ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പാർട്ടി പരിചയസമ്പന്നരെയും പുതു തലമുറയെയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് എപ്പോഴും മുസ്ലിം ലീഗ് പരിശോധന.
എം കെ മുനീറിൻ്റെ ഒരു ടേക്ക് എന്താണെന്ന് ചോദിക്കാൻ, അദ്ദേഹം താങ്കൾ ജെൻഡർ പൊളിറ്റിക്സിൻ്റെയും അല്ലെങ്കിൽ അത്രയും പുതിയ രാഷ്ട്രീയ ആശയങ്ങളുടെ ഒരു വക്താവും പ്രയോക്താവും ഒക്കെ ആയിരുന്ന ആളാണ് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുമ്പോഴും. സോ അതുകൊണ്ട് താങ്കൾക്ക് ആ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു വേറൊരു കാഴ്ചപ്പാടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തുമാത്രം ഒരു പുതിയ മുന്നണിയായിട്ട് കേരളത്തിൽ സ്വയം പരിചയപ്പെടുത്തണമെന്നാണ് പാർട്ടിയെക്കുറിച്ച് താങ്കൾ പറയുക? അതെ, ഞാൻ പറയുന്നത് ഈ ജെൻഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റെപ്രസെൻറ്റേഷൻ വേണം, ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ വേണം. അതുപോലെ തന്നെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ടാണ് 50% സ്ത്രീകൾ വരുന്നത് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു നിർബന്ധമായ ഇറ്റ്സ് എ മസ്റ്റ് നിയമമുള്ളതുകൊണ്ടാണ്. എന്നാൽ അങ്ങനെ ഒരു നിയമം നിയമസഭയിലേക്ക് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഒരു കണക്ക് ഒപ്പിച്ചു വരാത്ത. എന്നാലും ജനറൽ സീറ്റുകളിൽ സ്ത്രീകളെ പരിഗണിച്ചിട്ടുണ്ട് പാർട്ടി. അതെനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കൂടുതൽ ആ കാര്യത്തിൽ പാർട്ടി ശ്രദ്ധ ചെലുത്തും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഈ പാർട്ടി പൂർണ്ണമായും എം കെ മുനീറിനെ മനസ്സിലാക്കുന്നുണ്ട്. മുനീറിനെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന കാര്യം പാർട്ടി തീരുമാനിക്കുന്നൊക്കെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞാൽ പാണക്കാട് കുടുംബം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തങ്ങളുടെ ഒരു തീരുമാനം അതിൽ ഘടകമാണ്. അതിൽ തന്നെ ആ കൂടിയാലോചന സമിതി പ്രധാനമാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി ഉറപ്പായും മുസ്ലിം ലീഗിലെ ഒരു ഡിസൈഡിങ് ഫാക്ടർ നൽകിയ പ്രധാനമാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുനീറിനെ കുറിച്ച് കാണുന്നത് എന്തായിരിക്കും? മുനീർ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ തമ്മിലുള്ള ആ നിലയ്ക്കൊരു കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് എന്താണ്? മനസ്സിലാക്കുന്നത് മത്സരത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറില്ല. പക്ഷേ അല്ലാത്ത രീതിയിൽ കുഞ്ഞാലിക്കുട്ടിയായിട്ട് നല്ല ബന്ധമാണ് ഞാൻ. അത് എന്നും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഒരു സീനിയർ നേതാവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നും പരിഗണിച്ചു വന്നിട്ടുള്ളത്. അദ്ദേഹം അതേ സ്നേഹവായ്പ്, പ്രത്യേകിച്ച് എൻ്റെ പിതാവുമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബന്ധം എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു സ്നേഹം തിരിച്ചും എന്നും തന്നിട്ടുണ്ട്. അത് ഇന്നും തുടരുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് മന്ത്രിസഭയിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടി ഉപദേശ നിർദ്ദേശങ്ങളോടുകൂടി തന്നെയായിരുന്നു ഞാനന്ന് എൻ്റെ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഏത് കാര്യമുണ്ടെങ്കിലും എൻ്റെ പാർട്ടി ലീഡർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തോട് ചോദിച്ചിട്ടേ ഏത് കാര്യവും ചെയ്യാറുള്ളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങോട്ടും എല്ലാ കാര്യത്തിലും ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം എന്നെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മന്ത്രിസഭയിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ആവശ്യം വന്നാൽ അദ്ദേഹം ഇടപെട്ട് അത് വാങ്ങിത്തരാൻ മുൻകൈ എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു നല്ല റിലേഷനാണ്, കോർഡിയലായിട്ടുള്ള റിലേഷനാണ്. പക്ഷെ ആൾക്കാർ പുറത്ത് നിങ്ങൾ വിരുദ്ധ ചേരിയിൽ പോരടിച്ചു അത് കുറേയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന കഥകളാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞങ്ങൾക്കാണ് മറ്റുള്ളവരെക്കാളും കൂടുതൽ വ്യക്തമായിട്ട് അറിയുള്ളൂ. അത് അദ്ദേഹവും ആ കാര്യത്തിൽ ഇതേ അഭിപ്രായം തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്നെ ഒരു വിരുദ്ധ ചേരിയിൽ അദ്ദേഹം ഒരിക്കലും കണ്ടിട്ടില്ല. എന്നും ഞങ്ങളൊരു പാർട്ടിയുടെ അവിഭാജ്യമായ ഘടകങ്ങളായിട്ട് തന്നെയാണ് അദ്ദേഹം എന്നെയും പരിഗണിച്ചിട്ടുള്ളത്, ഞാൻ അദ്ദേഹത്തെയും പരിഗണിച്ചിട്ടുള്ളത്. പാർട്ടി കമ്മിറ്റിയിലൊക്കെ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള മനുഷ്യന്മാരായിരിക്കുമ്പോൾ തന്നെ ചില സമയത്ത് നമ്മളുടെ എല്ലാ അഭിപ്രായവും ഒരേപോലെ ഒന്നോളണമെന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഒരാശയം മുന്നോട്ട് വെക്കും, ചിലപ്പോൾ നമുക്ക് അതായിരിക്കില്ല എങ്കിലും അവസാനം ഒരു തീരുമാനം എടുക്കുമല്ലോ പാർട്ടി. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അത് എങ്ങനെ നടപ്പിലാക്കണമെന്നുള്ളത് ഒരുമിച്ചിരുന്ന് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് തീരുമാനിക്കാറുള്ളത്. അതിനകത്ത് ഈ പറഞ്ഞ എന്താണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സമീപന പ്രശ്നത്തിൽ അസ്വസ്ഥതയുള്ള യുവനിര എന്നൊക്കെയുള്ള കഥ സത്യത്തിലുള്ളതല്ലേ? അല്ല, അങ്ങനെ മീൻസ് CPM-നോടൊക്കെ കുറച്ചൊരു അഗ്രസീവായ സമീപനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് അദ്ദേഹം തന്നെ പറയാറുണ്ട്. ഓരോ വ്യക്തികളും ഓരോ ശൈലിയുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് അദ്ദേഹം ഏത് കാര്യത്തെയും സമീപിക്കുക. അങ്ങനെ ഒരു വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അല്ല. അതേസമയം നല്ല ഷാർപ്പായിട്ട് പറയേണ്ട രാഷ്ട്രീയം പറയുകയും ചെയ്യും. എന്നാൽ അത് മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. അതൊരു മാന്യതയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ ആ കാലഘട്ടത്തിൽ ഒരു ചോരത്തിളപ്പിൻ്റെ കാലഘട്ടത്തിൽ വളരെ അഗ്രസീവായിരുന്നു. അത് മുൻപിൻ
ഓർക്കാതെയുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ വളരെ ശക്തമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ സോഫ്റ്റാണെന്നും അതല്ല അതിന് വിരുദ്ധമായ നിലപാടാണ് MK മുനീറിൻ്റെതെന്നും എന്ന് പറയുന്ന രീതിയിൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയക്കാരും ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു എന്നുള്ളതല്ലാതെ ആശയപരമായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആശയപരമായ യാതൊരു തരത്തിലുള്ള സംശയങ്ങളെ ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ഇത്തവണയും മുനീർ കൂടി ഉണ്ടാവണമെന്ന് കുഞ്ഞാപ്പ ആഗ്രഹിക്കുന്നുണ്ടാവണം. അത് ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അത് ഞങ്ങൾ അങ്ങനെ സംസാരിക്കാറുമില്ല. കാരണം അത് പൂർണ്ണമായി ഞങ്ങൾ ചുമതലപ്പെടുത്തുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കാണ്. ചോദിക്കുന്നത് ഈ ബൈ ഓൾ മീൻസ് ഇപ്പോൾ ഈ ഫിറ്റ്നസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, പക്ഷേ ആ കാര്യത്തിലെല്ലാം കുഞ്ഞാലിക്കുട്ടിക്കും ഒരു ലീഡർ എന്ന നിലയ്ക്ക് താങ്കളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ് താങ്കൾ കാണുന്നത്. അതെ, അദ്ദേഹം പിന്നെ എന്നും എന്നോട് ആ വിശ്വാസം പുലർത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടും ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ്റെ പ്രശ്നം ഉണ്ടായിട്ടേയില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഈ മുസ്ലിം ലീഗിനകത്ത് പുതിയ രാഷ്ട്രീയത്തിൻ്റെ ശബ്ദത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ് MK മുനീർ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒരു പുതിയ തെരഞ്ഞെടുപ്പ് കാലമാണ് ഇത്. ലോകം മാറുന്നു, രാഷ്ട്രീയം മാറുന്നു, രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്നതും വിലയിരുത്തുന്നതും എല്ലാം മാറുന്നു. നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് എല്ലാം മാറുകയാണ്. ലീഗ് എന്തുമാത്രം ഒരു പുതിയ കക്ഷിയായി അല്ലെങ്കിൽ പുതിയ സാഹചര്യത്തെ അഡാപ്റ്റ് ചെയ്തൊരു കക്ഷിയായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വയം അതങ്ങനെ അവതരിപ്പിക്കുന്നതാണ് തോന്നുന്നത്? അത് തീർച്ചയായിട്ടും. കാരണം പുതിയ കാലത്തിൻ്റെ, ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നത് പുതിയ കാലത്തിൻ്റെ കൂടി ഒരു നേതാവാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് അടിത്തട്ട് വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പുതിയ തലമുറയുടെ വികാരങ്ങളും വിചാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ലീഗ് ഒരു അപ്ഡേഷന് തയ്യാറാവാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ ലീഗിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇതിലേക്ക് ആകൃഷ്ടരായിരിക്കുന്നത് പുതിയ തലമുറയാണ്. MSF ഒക്കെ ക്യാമ്പസുകളിൽ വളരെ സജീവമായി വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പെൺകുട്ടികളടക്കം MSFൻ്റെ കീഴിൽ അണിനിരക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? പുതിയ തലമുറ, പുതിയ ജനറേഷൻ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളെ പുതിയ കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പഴയ തലമുറയായിട്ടുള്ള ബ്ലെൻഡിൽ എന്തോ ഒരു പ്രശ്നം വന്നോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായിട്ടുള്ള ഈ ഒരസലിൻ്റെ ശബ്ദം ഇപ്പോഴും തീർന്നിട്ടില്ല. അതെന്താണ് കാര്യം? ഇല്ല, അത് നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. അതും ഈ പറഞ്ഞ മാതിരി ചില ആശയങ്ങളിൽ ഒരേ അഭിപ്രായമായിരിക്കൊള്ളുന്നു ഇല്ലല്ലോ മതസംഘടനകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗിനും. എന്നാൽ മുസ്ലിം ലീഗിനും സമസ്തയ്ക്കും തമ്മിൽ ഒരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. കാരണം സമസ്തയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ലീഗ് മനോഭാവമുള്ളവരാണ്. ലീഗിൽ ബഹുഭൂരിപക്ഷം ആളുകളും സുന്നി ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ രണ്ട് വൃക്ഷങ്ങൾ ഇങ്ങനെ നമുക്ക് ദൂരെയാണ് നിൽക്കുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മളറിയാതെ തന്നെ ഇതിൻ്റെ വേരുകൾ തമ്മിൽ കോർത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം. അപ്പോൾ കാണുമ്പോൾ അകൽച്ചയിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ആ വേരുകൾ വളരെ സുദൃഢമായ ഇണങ്ങി എന്താണ് ഇടപിരിഞ്ഞ് കിടക്കുകയാണ്. ഓക്കെ, ഈ മത്സരിക്കാനുണ്ടോ എന്ന ചോദ്യത്തിന് താങ്കൾ സ്ട്രെയിറ്റ് ആയി മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ മന്ത്രിയായിരുന്ന ആളാണ്, പാർലമെൻറ്ററിനായിരുന്ന ആളാണ്. നിലയ്ക്ക് കേരളത്തെക്കുറിച്ച് താങ്കൾക്ക് സ്വപ്നങ്ങളും അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ഒരു പക്ഷേ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന പരിപാടികളൊക്കെ ഇനിയും ബാക്കിയുണ്ടാവും. താങ്കൾ മന്ത്രിയായിരിക്കുന്ന കാലത്ത് അങ്ങനത്തെ പുതിയ ഇനീഷ്യേറ്റീവുകൾ കൊണ്ടുവന്ന ആളാണ്. MK മുനീർ വീണ്ടും മത്സരിക്കുക, MLA ആവുക, അതിനുശേഷം പാർട്ടി നിർദ്ദേശിച്ചാൽ മന്ത്രിയാവുക എന്ന് വന്നാൽ നടപ്പിലാക്കണമെന്നും കൊണ്ടുവരണമെന്നും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ, സ്വപ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കേരളത്തെക്കുറിച്ച്? അല്ല, അത് നമ്മൾ മുൻകൂട്ടി സ്വപ്നം കാണേണ്ട ആവശ്യമില്ല. പക്ഷേ
ഏൽപ്പിച്ച ചുമതലകൾ അതാത് കാലഘട്ടത്തിൽ വളരെ അധികം ആത്മാർത്ഥതയോടുകൂടി സമർപ്പണത്തോടുകൂടി ഞാൻ നിർവഹിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോഴും പിന്നീട് സാമൂഹ്യക്ഷേമം എന്നായിരുന്നു അതിൻ്റെ പേര്. അത് പേര് തന്നെ മാറ്റിയത് ആ കാലഘട്ടത്തിൽ ഒരു വിപ്ലവകരമായ തീരുമാനമായിട്ടാണ് ഞാൻ ഇന്നും കാണുന്നത്. കാരണം ക്ഷേമം എന്ന് പറയുമ്പോൾ അതിന് ഔദാര്യം എന്ന് പറയുന്ന ഒരു ധ്വനിയുണ്ട് ആ പദത്തിന്. നീതി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ്. അപ്പം അവകാശപ്പെട്ട നീതി പിടിച്ചു വാങ്ങുക എന്നുള്ളത് അത് അവകാശപ്പെട്ടവൻ്റെ കൂടി അധികാരമാണ്. അതുകൊണ്ട് സാമൂഹ്യ നീതി എന്ന് വന്നപ്പോൾ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരിൽ തന്നെ മനോഭാവത്തിൽ മാറ്റം വന്നു. കാരണം ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീതി നിഷേധമാകും എന്നുള്ളത് കൊണ്ട് അവരവരുടെ പ്രവർത്തന സമയം തന്നെ മാറ്റി. 5 മണിക്ക് പിരിയാമെന്നുള്ളത് അവർക്ക് 9 മണിയായാലും ഓഫീസുകളിൽ പ്രവർത്തിക്കേണ്ടവരാണ് ഞങ്ങൾ എന്നുള്ളൊരു ബോധം, ഒരു അവബോധം അവരിൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ചെറിയ പേരുമാറ്റത്തിലൂടെ വരെ സാധിച്ചിട്ടുണ്ട്. അതാണ് പിന്നീട് നമുക്ക് പല പദ്ധതികളും കൃത്യമായി നടപ്പിലാക്കാൻ സഹായിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നൊരു പദ്ധതി നടപ്പിലാക്കി. ഏകദേശം 650ഓളം കുട്ടികൾക്ക് അന്ന് തന്നെ കേൾവിശക്തി തിരിച്ചു കൊടുത്തു. അവർക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി. അങ്ങനെയുള്ള 650 കുട്ടികൾക്കത് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ പല പുതിയ പദ്ധതികളും സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞ് അനാഥമായി ഉള്ള കുട്ടികൾക്ക് പഠിക്കാൻ, ചിലപ്പം വാപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലെങ്കിലും അവരുടെ വീട്ടിൽ അവരുടെ മുത്തശ്ശിയോ മുത്തശ്ശനോ ഇവരെ പഠിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ മുഴുവൻ പഠനവും സർക്കാർ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്ന പദ്ധതിയായിരുന്നു സ്നേഹപൂർവ്വം എന്ന പദ്ധതി. അത് എത്ര കുട്ടികളിലാണ് വിദ്യാഭ്യാസപരമായ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് പിന്നെ ഞങ്ങൾക്കൊക്കെ അഭിമാനം നൽകുന്ന കാര്യമാണ്. അതിന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി വലിയൊരു കാരണക്കാരനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പിൻബലം സാമൂഹ്യ നീതി വകുപ്പിന് പ്രത്യേകമായിട്ടുണ്ടായിട്ടുണ്ട്. അതൊരു കമ്പാഷൻ എന്ന് പറയുന്ന, ഒരു കാരുണ്യം എന്ന് പറയുന്ന ഒരു അംശം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ സമയത്ത്. അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ആവേശം ഇപ്പോഴും മുനീറിൻ്റെ ഉള്ളിൽ ബാക്കിയാണ്. അല്ല, നമുക്ക് ഇനിയും കാര്യങ്ങൾ പലതും ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ തന്നെ ചെയ്യണമെന്ന് ഉണ്ട് എന്ന് നിർബന്ധമൊന്നും എനിക്കില്ല. കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. പക്ഷേ അത്തരത്തിൽ കുറേ നൂതനമായ ആശയങ്ങൾ ഇവിടെ കേരളത്തിൽ യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. അത് നിസ്സാരമായ ചില നിയമ തടസ്സങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതെല്ലാം നിയമപരമായ പ്രശ്നങ്ങളായി കുടുങ്ങിക്കിടന്ന കാര്യങ്ങളാണ്. അത് കെട്ടഴിക്കുക എന്നുള്ളതാണ് അതിൽ ആകെ ചെയ്യാനുള്ളത്. അന്ന് പെൻഷൻ പ്രായം 65ആയിരുന്നു, അത് 60ലേക്ക് കൊണ്ടുവന്നു. വാർഷിക വരുമാനം 25,000 എന്നുള്ളത് 1,00,000ലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇത്ര ആൾക്ക് ഞങ്ങൾ പെൻഷൻ കൊടുത്തുന്നു. പക്ഷെ അത്രയും ആളുകൾക്ക് പെൻഷൻ കിട്ടാനുള്ള അടിസ്ഥാനപരമായ തീരുമാനവും അതിൻ്റെ ഉത്തരവും ഇറക്കിയത് സാമൂഹ്യ നീതി വകുപ്പാണ്. അത് ഇറക്കാൻ പ്രേരിപ്പിച്ചത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഓക്കെ, ഞാൻ ആ നേരത്തെ പറഞ്ഞ ഒന്നിൻ്റെ ഒരു തുടർച്ചയിലേക്ക് വരാം. പാർട്ടിയുടെ പുതുക്കലിനെ കുറിച്ചാണ്. ഇപ്പോൾ 1-2 ആഴ്ച മുമ്പ് ഇതേ സീറ്റിലിരുന്നത് KM ഷാജിയാണ്. അപ്പോൾ ഷാജി പറഞ്ഞു മത്സരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഉള്ളിലെന്നാണ് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് മത്സരിക്കണമെന്ന് ആഗ്രഹം പൂർണ്ണമായ നിർബന്ധമില്ല, ഇല്ലെങ്കിൽ പാർട്ടിയുടെ ചുമതല ആഗ്രഹിക്കുന്നു തുറന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം പാർട്ടിയെ പുതിയ കാലത്തിനൊപ്പിച്ച് ഒന്ന് മാറ്റിപ്പണിയേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനെനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കോൺഫിഡൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഷാജി പറയുന്നത് ഒന്ന് മാറ്റണമെന്നുണ്ട്, മാറ്റാൻ ഷാജിക്ക് അതിൻ്റെ തലപ്പത്തിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ്. ഷാജിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെയാണ് കാണുന്നത്, ഷാജിയുടെ കേപ്പബിലിറ്റിയെക്കുറിച്ച്? അല്ല, ഷാജിയുടെ കേപ്പബിലിറ്റിയെ ഞാൻ വിലമതിക്കുന്നുണ്ട്. കാരണം ഷാജി പുതിയ തലമുറയുടെ പൂർണ്ണമായ വികാരവിചാരങ്ങളെ സ്വാംശീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു
പുതിയ തലമുറയുടെ പ്രതിനിധി കൂടിയാണ്. അതുകൊണ്ട് പുത്തൻ ആശയങ്ങൾ, ഇപ്പം നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമുള്ള ആശയങ്ങൾ പുതിയ ആളുകളിൽ ഉണ്ടാകും. ഇപ്പം നമുക്ക് ഞാനാണ് എല്ലാ ആശയത്തിൻ്റെയും അവസാന വാക്ക് എന്നൊന്നും ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഷാജിക്ക് അങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് അദ്ദേഹം നടപ്പിലാക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ആ കാര്യത്തിൽ. അത് അങ്ങനെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ആ ഒരു സ്ഥാനത്തോടുള്ള വ്യാമോഹമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇതിൽ ഒരു നവീകരണം ഉണ്ടാകണമെന്നും അതിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള സംഭാവനകൾ നൽകാൻ ഞാൻ പ്രാപ്തനാണ് എന്ന് പറയുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ആ നിലക്ക് മറ്റയോഗ്യതകൾ ഷാജിക്കുണ്ടെന്ന് വിചാരിക്കുന്നില്ല. ഇല്ല, എന്താ ഒരു അയോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി പരിഗണിക്കുകയും അല്ലെങ്കിൽ സീരിയസ് ആയി എടുക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണോ ഈ പറഞ്ഞ ഒരു ലീഡർഷിപ്പ് ചേഞ്ച് എടുക്കുക, പുതിയൊരു അല്ല, അതൊക്കെ പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും എനിക്ക് പിന്നെ ഷാജിയെ തന്നെ ആക്കണമെന്നൊന്നും പറയാനുള്ള അവകാശമൊന്നും എനിക്കില്ല. പക്ഷേ ഷാജി അങ്ങനെ ഒരു സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ ശോഭിക്കും എന്നെനിക്കറിയാം, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത് അതിനർത്ഥം ഇന്നത്തെ നേതൃത്വം അപ്രാപ്തമായ ഒരു നേതൃത്വമാണ് എന്നുള്ള അർത്ഥം അതിനില്ല. കാരണം ഇന്നത്തെ നേതൃത്വവും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ മാത്രമല്ല, സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നത് ഒരു പുതിയ തലമുറയുടെ പ്രതിനിധി കൂടിയാണ്. അദ്ദേഹവും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ സ്ഥാനത്തേക്ക് എത്തുകയും ആ സ്ഥാനത്തിൽ അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് കാണിച്ചിട്ടുള്ള മാറ്റങ്ങൾ, അത് പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പദ്ധതി വരികയാണെങ്കിൽ ആ പദ്ധതിയെ ഒരു ആപ്പിലൂടെ എത്ര പണം വേണമെങ്കിലും സ്വരൂപിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പാർട്ടിയെ പരിവർത്തിപ്പിച്ചതൊക്കെ വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ പുറത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, PK കുഞ്ഞാലിക്കുട്ടിയും CPIM-നോടും പിണറായി വിജയനോടൊക്കെ വളരെ മിതമായ സ്വരത്തിൽ സംസാരിക്കുന്ന, സോഫ്റ്റായ സമീപനം എടുക്കുന്ന ഒരാൾ, കുറച്ചുകൂടി കാർക്കശ്യ ശബ്ദം വേണമെന്ന് ആഗ്രഹിക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ താങ്കളെ ഇപ്പുറത്താണ് കണ്ടിട്ടുള്ളത്. പക്ഷേ താങ്കളുടെ ഈ കുറച്ചൊന്ന് ഹോസ്പിറ്റലൈസ്ഡായി പുറത്തു വന്നതിന് ശേഷമുള്ള ചില പ്രതികരണങ്ങളും കണ്ടു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയ എതിരാളികളോടുള്ള സമീപനത്തിൽ കാർക്കശ്യം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും വേണ്ടതല്ല എന്ന ഒരു പുതിയ അഭിപ്രായത്തിലേക്ക് താങ്കൾ വന്നോ? അതിൽ തന്നെ പിണറായി വിജയനുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ആ ഒരു മാറ്റം താങ്കൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന്. അതല്ല, ഞാൻ രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന ആളെ വെറുതെ വിടണമെന്ന് ചിന്തിക്കുന്ന ആളേ അല്ല. കാരണം രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നമ്മളുടെ മറുചേരിയിലുള്ള ആളെ നേരിടണം എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം എനിക്കില്ല. അത് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കൊമ്പ് കോർക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കുമെന്ന്. ഞാൻ അവിടെ ആകെ പറഞ്ഞിട്ടുള്ളത് ഈ വ്യക്തിപരം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വ്യക്തിപരത്തിനപ്പുറം രാഷ്ട്രീയത്തെ നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ലല്ലോ. നമുക്ക് പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തോട് രാജിയാവാൻ പറ്റുമോ? അതൊരിക്കലും സാധിക്കുന്നൊരു കാര്യമില്ല. കാരണം അത് നമ്മളുടെ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ നേരിടുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തെയാണ്. ആ രാഷ്ട്രീയത്തെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള എല്ലാ കർക്കശമായ സമീപനവും അവസാനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ ഇനി ഡൈല്യൂട്ട് ചെയ്യാൻ പോവാണ് എന്ന് അർത്ഥം അതിനില്ല. പിണറായി വിജയൻ്റെ പൊളിറ്റിക്സിനോടും അദ്ദേഹത്തിൻ്റെ ഭരണ നയത്തോടുമുള്ള കാർക്കശ്യമുള്ള നിലപാട് ഇപ്പുറത്ത് നിലനിർത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിൽ താങ്കൾ കാണുന്ന ക്വാളിറ്റി എന്ന് പറയുന്ന സംഗതി എന്താണ്, ആസ് എ പേഴ്സൺ എന്ന നിലയ്ക്ക്? അല്ല, ക്വാളിറ്റി എന്നുള്ള രീതിയിലല്ല ഞാൻ അതിനെ കണ്ടത്. കാരണം നമ്മൾ വളരെ ശക്തമായ ഭാഷയിൽ വ്യക്തിപരമായി പലപ്പോഴും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പലരെയും കടന്നാക്രമിക്കാറുണ്ട്. അപ്പം അതുമാത്രമേ ഞാൻ അതിൽ ഒരു വേറിട്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ മുഖ്യമായ പിന്നെ നേരിടേണ്ട ആയുധം എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ അത് ആവർത്തിക്കുകയാണ് ഒരു തവണ കൂടി. ഇപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ കൂടിയും
ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുന്ന ഘട്ടത്തിലെല്ലാം സവിശേഷമായ കരുതൽ എല്ലാവരോടും കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പലരാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉമാ തോമസിൻ്റെ കാര്യത്തിൽ, താങ്കളുടെ കാര്യത്തിലായാലും എല്ലാം. സോ അതിലും അദ്ദേഹം ഒരു സവിശേഷമായ ഒരു കരുതലും ജാഗ്രതയും കാണിക്കുന്നു, ആ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന ഘട്ടത്തിലെല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം താങ്കൾക്ക് പറയാനില്ലെന്ന് ചോദിക്കുകയാണ് ഞാൻ. അതല്ല, ഞാൻ അത് പറഞ്ഞല്ലോ, വ്യക്തിപരം എന്നുള്ള രീതിയിൽ ഞാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യത്തിൽ പഴയ കാലങ്ങളിൽ വ്യക്തിപരമായി തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ ഞാൻ കടന്നാക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നമ്മുടെ രാഷ്ട്രീയത്തിനെ എവിടെയെങ്കിലും ചെറുതാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത്, എനിക്കൊരു അസംബ്ലിയിൽ ഇനിയും പിന്നെ അദ്ദേഹത്തെ നേരിടേണ്ടി വരികയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അസംബ്ലിയിലല്ല അസംബ്ലിക്ക് പുറത്താണെങ്കിലും നേരിടേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ ഷാർപ്പായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ എക്സ്ട്രീമായിരിക്കും. അതേസമയം അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾ, ഇതൊക്കെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ചർച്ചകളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഒരാളെ നേരിടണമെങ്കിൽ ഇതൊക്കെ വേണം എന്ന് പറയുന്നത് എത്രമാത്രം അഭികാമ്യമാണ് എന്ന് പറയുന്നൊരു കാര്യം മാത്രമാണ് ഞാൻ അന്നത്തെ ആ ചർച്ചയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വ്യക്തിപരമായി വേദനിപ്പിക്കുന്നതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല, പൊളിറ്റിക്സിനാണ് വിമർശിക്കേണ്ടതാണ്. പക്ഷെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നഖശകാന്തം എതിർക്കേണ്ട പൊളിറ്റിക്സ് അല്ലേ. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് തന്നെ പറയണം. മനസ്സിലായില്ലേ? പേരെടുത്ത് വ്യക്തിപരം എന്ന് പറയുന്നത് പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ, പിണറായി വിജയൻ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നെ നേതാവിനെ നമ്മൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എതിർക്കുക. അതേസമയം അദ്ദേഹം എന്ന സാധാ വ്യക്തിയെ വിമർശിക്കുന്നതിന് ഒരു പരിധിയും പരിമിതിയും ഉണ്ടാകണം എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിണറായി വിജയനിൽ കാണുന്ന ആ പ്രശ്നം എന്താണ്? സത്യത്തിൽ ഇപ്പോൾ ഭരണപരമായ നയങ്ങളോടുള്ള വിയോജിപ്പ് ഒരു വശത്തുണ്ട്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലെടുക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങളിൽ നിങ്ങൾ കാണുന്ന കോർ ഇഷ്യൂ എന്താണ്? ഒരു മുസ്ലിം ലീഗ് നേതാവ് എന്ന നിലയ്ക്ക് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ പിണറായി വിജയൻ്റെ ലീഡർഷിപ്പിലുള്ള CPIM എടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ അപ്രോച്ചിലുള്ള നിങ്ങൾ കാണുന്ന സീരിയസ് പ്രശ്നം എന്താണ്? അത് ഇപ്പോൾ തന്നെ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു കൺസിസ്റ്റൻസി ഇല്ല. ഇപ്പം ഇന്ന് പറയുന്ന വിഷയമല്ല നാളെ പറയുക. ഇന്ന് ന്യൂനപക്ഷ പ്രീണനമാണെങ്കിൽ നാളെ ന്യൂനപക്ഷ സമൂഹത്തെ ഒന്നിച്ചടിച്ച് ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം പ്രസ്താവനകൾ ഇറക്കുന്നു. അല്ല, CPM ആ കാര്യത്തിൽ വിശദീകരിക്കുന്നത് ഞങ്ങൾ ന്യൂനപക്ഷത്തെ അടച്ചാക്ഷേപിക്കുന്നില്ല, ചില സംഘടനകളെ മാത്രമേ പറയുന്നുള്ളൂ എന്നാണല്ലോ. അങ്ങനെയല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഹിന്ദുവിന് ഡൽഹിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ എന്തിനാണ് മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രദേശം മൊത്തത്തിൽ പ്രശ്നമാണ് എന്ന് പറയുന്നതും ഏതൊരു സമരത്തിൻ്റെയും പിന്നിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് എന്ന് വിശേഷിപ്പിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക വിഭാഗത്തെ ചില സമയത്ത് വളരെ സങ്കുചിതമായി കാണുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ. ഹിന്ദുവിലെന്ന് അദ്ദേഹം കൊടുത്തിട്ടുള്ള അഭിമുഖം എന്താണ്? ഇന്നും പ്രസക്തമാണല്ലോ അത്. ഇപ്പോൾ കരിപ്പൂർ എന്ന് പറയുന്ന ഒരു വിമാനത്താവളത്തിൽ മാത്രമാണോ ഈ സ്വർണ്ണക്കള്ളക്കടത്തും മറ്റുമൊക്കെ നടക്കുന്നത്? അല്ലല്ലോ. സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത് തലസ്ഥാന നഗരിയിൽ കണ്ടുപിടിച്ചതല്ലേ, ഡിപ്ലോമാറ്റിക് പിന്നെ റൂട്ടിലൂടെ വലിയ കേസല്ലേ. അപ്പം എന്തുകൊണ്ടാണ് പിന്നെ ഒരു ഭാഗത്തെ മാത്രം അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ജാതീയതയും പിന്നെ ജാതി ഈ അടിസ്ഥാനത്തിലുള്ള വർഗീയതയും ഒക്കെ പ്രീണിപ്പിക്കുന്ന ചില നിലപാടുകൾ ചില സമയത്തുണ്ടാകുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രോലിറ്റേറിയൻ ആയി നിൽക്കേണ്ട, അവരുടെ പക്ഷത്ത് നിൽക്കേണ്ട ഒരു പാർട്ടി പലപ്പോഴും ഈ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന വളരെയധികം ആ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള നിലപാടുകൾ മാറ്റിയും മറിച്ചും പറയുന്ന ഒരവസ്ഥയിലേക്ക് പ്രസ്ഥാനം CPIM പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രധാനമായും CPIMൻ്റെ ആ നിലയ്ക്കുള്ളൊരു പ്രധാനപ്പെട്ട
വേട്ടമൃഗം എന്ന് പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയോടുള്ള വിമർശനം ഞങ്ങൾ പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് ആകമാനമെതിരായിട്ടുള്ള വിമർശനമായിട്ട് തന്നെ വ്യാഖ്യാനിക്കുന്നുള്ള ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ കാണുന്നത് അങ്ങനെയാണോ? മുനീറിൻ്റെ ഒരു ടേക്ക് എന്താണ്? അതായത് അത് ഒരു സംഘടനയെ അവർ വിമർശിക്കുന്നു, അല്ലാതെ സമുദായത്തെ അപരവൽക്കരിക്കാനുള്ള ഒരു ബ്രോഡർ പ്ലാനിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അതല്ല, ആ സംഘടനയെ വിമർശിക്കുന്നത്, സംഘടനയുടെ ഐഡിയോളജിയെ വിമർശിക്കുന്നത് വേറെ കാര്യം. പക്ഷെ ആ സംഘടനയെ മറ്റ് സംഘടനകളുമായി കൂട്ടിച്ചേർത്ത് ഇവർ രണ്ടും ഒന്നാണ് എന്നുള്ള രീതിയിൽ, അതുകൊണ്ട് എല്ലാം അപകടകരമാണ് എന്നുള്ള രീതിയിലാണല്ലോ. ഇപ്പം എന്താണ് AK ബാലൻ പറഞ്ഞത്? ഈ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. അതിൻ്റെ ലോജിക്ക് എന്താണ്? അത് ഏത് രീതിയിൽ സാധ്യമാകുന്നതാണ് കേരളത്തിൽ? അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവിടെ ഒരു ഭരണത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ അവർ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും വകുപ്പുകളിൽ കയറി അധികാരം നടത്തിയിട്ടുണ്ടോ? അപ്പോൾ അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ ആരോപിക്കുക എന്ന് പറയുന്ന ഒരു ഗീബൽസ്യൻ തന്ത്രമാണ്. അതിലൂടെ സത്യത്തിൽ തോന്നുക ജമാഅത്തിനെ എതിർക്കുന്നു എന്നാണെങ്കിലും അതിൻ്റെ ഒരു ബിഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ അതിനെ നോക്കുകയാണെങ്കിൽ അത് വളരെ സങ്കുചിതമായൊരു രാഷ്ട്രീയത്തെ ഒളിച്ചു കടത്തുകയാണ്. അത് ജമാഅത്തിൻ്റെ പേരിൽ ഒളിച്ചു കടത്തുകയാണ് എന്നാണ് നിങ്ങൾ കാണുന്നത്. ശരി, നമുക്കത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കോഴിക്കോട് സൗത്തിൻ്റെ വിജയസാധ്യത എന്താണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞോ? ഇല്ല, അത് ഇപ്പോൾ ഈ സൗത്ത് മാത്രമല്ല, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി മത്സരിക്കുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളുടെയും വിജയസാധ്യതയെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഈ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ 12 സ്ഥലത്ത് നമ്മൾ മുന്നിലാണ്. ചിലപ്പോൾ നിയമസഭ വരുന്ന സമയത്ത് ആ പൊളിറ്റിക്സിൽ മാറ്റം ഉണ്ടായേക്കാം. എന്നാലും ഒരു 10 മണ്ഡലത്തിലെങ്കിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് മുൻകൈയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. സൗത്തിനോട് ഇമോഷണൽ കണക്ഷൻ ശരിക്കും ഉണ്ടോ? അല്ല, ഞാൻ 3 തവണ മത്സരിച്ചൊരു സ്ഥലമല്ലേ. മടങ്ങി വരണമെന്ന് പ്രചോദിപ്പിക്കുന്ന കണക്ഷൻ അങ്ങനെയൊന്നുമില്ല. അത് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്ന ഒന്നല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് 1+1 എപ്പോഴും 2 അല്ല. ഞാൻ സ്ട്രേറ്റ് ആയി ചോദിക്കാം. അത് MK മുനീറിന് കാര്യമായ ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന അഭിപ്രായം പറയുന്നവരും പ്രകടിപ്പിക്കുന്നവരും ഒക്കെ അകത്തും പുറത്തും ഒക്കെ ഉണ്ടല്ലോ. അവരോട് എന്താണ് പറയാനുള്ളത്? ഈ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു അപരാധമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോഗ്യ പ്രശ്നം ഒരു അപരാധമല്ലല്ലോ. അപ്പം പിന്നെ ഇവിടെ കൊലപാതകം നടത്തിയവർ, കൽത്തുറുങ്കിൽ കിടക്കുന്നവർ, അതേപോലെ തന്നെ മറ്റ് പലതരം ഷെയ്ഡി ക്യാരക്ടേഴ്സ്, വളരെ ഷെയ്ഡി ക്യാരക്ടേഴ്സ്, അവർക്ക് ഒന്നും ഇല്ലാത്തൊരു പ്രശ്നം, ഒരു രോഗം വന്ന അയാളൊരു മഹാ അപരാധിയാണ് എന്നും അതുകൊണ്ട് അദ്ദേഹത്തെ ഈ ഏഴയലത്ത് നിർത്താൻ പാടില്ല എന്ന് പറയുന്നത് എന്നെക്കുറിച്ചല്ല, ആരെക്കുറിച്ചും പറയാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ആരോഗ്യം ഞാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് നഷ്ടപ്പെടുത്തിയതാണ്. അത് ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല, ഞാൻ തന്നെ ആയിരിക്കാം അതിൻ്റെ കാരണക്കാരൻ. എങ്കിലും ഈ രാഷ്ട്രീയത്തിൽ സജീവമായി നിന്ന കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. രാവും പകലും ഞാൻ പാർട്ടിക്ക് വേണ്ടി ഓടിയിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഈ പാർട്ടിക്ക് വേണ്ടി നടന്നവനും ഞാനാണ്. ഒരു കാലത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് വളരെ നേരത്തെ തന്നെ കുറേയധികം ഞാൻ നടന്ന് തീർത്തു എന്നുള്ളതാണ് എൻ്റെ ഒരു പോരായ്മയായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അത് പതുക്കെ നടന്നാൽ മതിയായിരുന്നു.
അത് വേഗത്തിൽ കുറേ ദൂരം നടന്നു. അതുകൊണ്ട് രോഗം എന്ന് പറയുന്നത് എന്തോ അറിയില്ല, നമുക്കൊരു സാഡിസം ഉണ്ടല്ലോ കുറച്ച്. അപ്പോൾ രോഗം വരുമ്പോൾ ആഹ്ലാദിക്കുകയും അതിനെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ പോരായ്മ നമ്മുടെ ചില ആളുകളിലെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷെ അതൊന്നും എനിക്ക് എന്തെങ്കിലും ഒരു അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. പക്ഷേ രോഗമെന്ന് പറയുന്നത് ആർക്കും ഏത് സമയവും സംഭവിക്കാവുന്നതാണ്. പക്ഷെ രോഗത്തെക്കാൾ അപ്പുറം നമ്മളുടെ ചിന്താശക്തിക്ക് ഭംഗം വരാതെ നമ്മളുടെ ആശയത്തിന് ഡൈല്യൂഷൻ ഇല്ലാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ പ്രധാനമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഞാൻ ഇപ്പോഴും ആശയപരമായ വ്യക്തത എല്ലാ കാര്യത്തിലും ഉള്ള ഒരാളാണ്. താങ്ക് യു സി എം കെ മുനീർ ഇത്രയും സമയത്തിന്.